ബബബ സിനിമയുടെ ടീസർ വരുന്നു. ദിലീപിന്റെ ലക്കി ഡേറ്റ് ആയ ജൂലൈ 4-നാണ് ബബബ സിനിമയുടെ ഒഫീഷ്യൽ ടീസർ വരാൻ പോകുന്നത്. ലാലേട്ടൻ സിനിമയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ക്യാമിയോ റോൾ ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. ബബബ സിനിമയുടെ ടീസർ വരുന്ന ദിവസമായ ജൂലൈ 4-ന് തന്നെയാണ് ലാലേട്ടൻ സിനിമയുടെ സെറ്റിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ഇത് സിനിമയുടെ അവസാന ഷെഡ്യൂൾ കൂടിയാണ്. 10 ദിവസത്തെ ഷൂട്ടിംഗ് ആയിരിക്കും ലാലേട്ടൻ്റെ സിനിമയിൽ ഉണ്ടാവുക എന്ന് ഇപ്പോൾ അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. ബബബ സിനിമയിൽ ലാലേട്ടൻ്റെ ഫൈറ്റ് സീക്വൻസ് സംബന്ധിച്ചുള്ള ഒരു റൂമർ ഇപ്പോൾ സ്പ്രെഡ് ആയിട്ടുണ്ട്. സിനിമയിൽ ലാലേട്ടൻ്റെ ഔട്ട്ഫിറ്റ് കറുത്ത ഷർട്ടും കറുത്ത മുണ്ടുമായിരിക്കുമെന്നും ലാലേട്ടൻ ഒരു കിടിലൻ ഗോഡൗൺ ഫൈറ്റ് സിനിമയിലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഈ വാർത്ത സത്യമാവണമെന്നില്ല, ഇത് ജസ്റ്റ് ഒരു റൂമറാണ്. ബബബ സിനിമ ഒരു ഗംഭീര ചിത്രമായിട്ട് വരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആഷിഖ് ഉസ്മാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലാലേട്ടൻ സിനിമ കൺഫേം ആയെന്നും രതീഷ് രവി എന്ന റൈറ്ററാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതുന്നതെന്നും ഓസ്റ്റിൻ ഡാനാണ് സിനിമ സംവിധാനം ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞതാണ്. ലാലേട്ടൻ്റെ അടുത്തൊരു സിനിമ കൂടി ഇപ്പോൾ ഓണായിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജൂഡ് ആൻ്റണി ജോസഫ് ലാലേട്ടനോട് ഒരു കഥ പറഞ്ഞെന്നും ആ ഒരു കഥ ലാലേട്ടന് ഇഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് അപ്ഡേറ്റ്സ് വരുന്നത്. ജൂഡ് ആൻ്റണി ജോസഫിൻ്റെ 2018 സിനിമയുടെ കേരള കളക്ഷൻ ലാലേട്ടൻ്റെ തുടരും സിനിമ ബ്രേക്ക് ചെയ്തപ്പോൾ ഇത് ഞാൻ ലാലേട്ടനെ വെച്ച് തന്നെ തൂക്കുമെന്ന് ജൂഡ് ആൻ്റണി ജോസഫ് മുൻപ് കമൻറ്റ് ചെയ്തിരുന്നല്ലോ. അപ്പോൾ ജൂഡ് ആൻ്റണി ജോസഫിൽ നിന്നും ലാലേട്ടൻ്റെ ഒരു ഫാൻ ബോയ് പടം നമുക്ക് പ്രതീക്ഷിക്കാം. ആശീർവാദ് സിനിമാസ് ആയിരിക്കും ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ജിത്തു മാധവൻ ലാലേട്ടൻ പടത്തിന്റെ അവസ്ഥ ആവാതിരുന്നാൽ മതിയായിരുന്നു. ബജറ്റ് ഇഷ്യൂസും ഡേറ്റ് ഇഷ്യൂസും കാരണമാണ് ജിത്തു മാധവൻ പ്രൊജക്ട് ഹോൾഡ് ചെയ്തത്. ജിത്തു മാധവൻ സിനിമ ഉണ്ടെന്ന് ലാലേട്ടൻ ഇന്റർവ്യൂവിൽ വരെ പറഞ്ഞിട്ട് ആ ഒരു സിനിമ നടക്കാതെ പോയി. അമൽ നീരദ്, കൃഷാന്ത് അടക്കം ഒരുപാട് പടങ്ങൾ ലാലേട്ടൻ്റെതായിട്ട് കൺഫേം ആയ അപ്കമിങ് ലൈനപ്പിലുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരാത്തത് കൊണ്ട് തന്നെ പലർക്കും ഈ ഒരു പ്രൊജക്ട് ഉണ്ടോ അതോ വെറും തള്ളാണെന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടാവാം. എന്തുകൊണ്ടാണ് ഈ ഒരു സിനിമകളുടെ അനൗൺസ്മെന്റ് ഒന്നും വരാത്തതെന്ന് ചോദിച്ചാൽ അതൊക്കെ പ്രൊഡ്യൂസറിന്റെ തീരുമാനത്തിനനുസരിച്ചാണെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇപ്പോൾ കൂടുതലും സിനിമയുടെ ഷൂട്ടിംഗ് അടുത്ത് നിൽക്കുന്ന സമയത്തൊക്കെയാണ് ഓരോ സിനിമകൾ അനൗൺസ് ചെയ്യാറുള്ളത്. ലാലേട്ടൻ അതിഥി വേഷങ്ങൾ ചെയ്യുന്ന സിനിമകൾ, അതുപോലെ പ്രധാന കഥാപാത്രമായിട്ട് എത്തുന്ന ചിത്രങ്ങളൊക്കെ ഈ വർഷം തന്നെ ലാലേട്ടൻ ചെയ്യുന്നുണ്ട്. നിലവിൽ ലാലേട്ടൻ കമ്മിറ്റ് ചെയ്ത സിനിമകളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കാം പുതിയ ചിത്രങ്ങളുടെ അനൗൺസ്മെന്റ് ഒക്കെ വരാൻ പോകുന്നത്. എന്തായാലും അനൗൺസ് ചെയ്യാത്ത ലാലേട്ടൻ്റെ പടങ്ങളൊക്കെ ചിലപ്പോൾ നടന്നേക്കാം, ചിലപ്പോൾ നടക്കാതിരിക്കാം. നടന്നാലും നടന്നില്ലെങ്കിലും 2025 ഫസ്റ്റ് ഹാഫിൽ വന്നതുപോലെ ലാലേട്ടൻ്റെ മികച്ച സിനിമകൾ 2025 സെക്കൻഡ് ഹാഫിലും 2026 ഉണ്ടാവട്ടെ.